സമയം കൃത്യം 9:20. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒരു ബിയർ ഹാളിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. വെറും 13 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായൊരു മനുഷ്യൻ ആ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഭാഗ്യക്കേടിന്റെ നമ്പറായി 13 കാണുന്നവരുടെ വിശ്വാസങ്ങൾക്ക് അടിവരയിടും പോലെ. ഒരുപക്ഷെ ആ 13 മിനിറ്റുകളുടെ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ യൂറോപ്പിലെ 6 മില്യൺ ജൂതന്മാർ കൊല ചെയ്യപ്പെടില്ലായിരുന്നു. എന്തിന്, ഒരുപക്ഷെ ലോകമഹായുദ്ധം തന്നെ വഴിമാറി പോകുമായിരുന്നു. അതെ, പറഞ്ഞു വരുന്ന അയാളെ പറ്റി തന്നെയാണ്, അഡോൾഫ് ഹിറ്റ്ലർ. എന്നാൽ ഈ കഥയിലെ നായകൻ ഒരു സാധാരണക്കാരനാണ്, ഒരു മരപ്പണിക്കാരനാണ്. ലോകം വിറപ്പിച്ച ഹിറ്റ്ലറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സാധാരണക്കാരനായ ഗോഗ് എൽസറിന്റെ കഥയാണ് 7 Minute സ്റ്റോറിയിൽ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. als Diktat uns aufoktroyieren. വർഷം 1939 നവംബർ 8. ജർമ്മനിയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും വിജനമായ ഒരു ബോർഡർ. ഇനി അങ്ങോട്ട് ലോകം വഴുതി വീഴാൻ പോകുന്ന ലോകമഹായുദ്ധത്തിന്റെ ആഴക്കയത്തെ പറ്റിയോ അതുണ്ടാക്കാൻ പോകുന്ന വിപത്തുകളെ പറ്റിയോ തികച്ചും അജ്ഞരായ ബോർഡർ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ അവരുടെ കൊച്ചുവർത്തമാനത്തിലെല്ലാം ഒഴുകിയിരിക്കുന്നു. അവരുടെ മുൻപിലേക്ക് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ട ഒരു വ്യക്തി ബോർഡർ ക്രോസ് ചെയ്യാനായി കടന്നു വരുന്നു. എല്ലാ ദിവസവും താങ്കൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഭാഗം എന്നോണം ആ മനുഷ്യനോട് ക്രോസിംഗ് പാസ് ആവശ്യപ്പെടുന്നു. വിറയ്ക്കുന്ന കൈകൾ മുഷിഞ്ഞ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലിട്ട് പരതിക്കൊണ്ട് ഒരു കഷ്ണം പേപ്പർ എടുത്ത് അയാൾ പോലീസുകാർക്ക് നേരെ നീട്ടുന്നു. അത് പരിശോധിക്കുന്ന പോലീസുകാരൻ്റെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരി. കാലാവധി കഴിഞ്ഞ പാസുമായി ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിച്ച അയാളെ അവർ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ പേര് ഗോഗ് എൽസർ. ചാർത്തപ്പെട്ട കുറ്റം ഹിറ്റ്ലറെ വധിക്കാൻ ശ്രമിച്ചു. കൃത്യമായ പ്ലാനിങ്ങോടെ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയെ മുളയിലെ നുള്ളാൻ ശ്രമിച്ച ഒറ്റയാൾ പോരാളി, മരപ്പണിക്കാരനായ അസാസിനേറ്റർ. ജർമ്മനിയിലെ വാട്ടംബർഗിൽ ജനിച്ച ഗോഗ് എൽസർ പഠനത്തിന് ശേഷം മരക്കച്ചവടക്കാരനായ പിതാവിനെ സഹായിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ആരംഭിക്കുന്നു. ഈ സമയത്തെല്ലാം മറ്റൊരു ജോലി കണ്ടെത്താൻ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നു. തൊഴിൽ ചെയ്ത മേഖലകളിലെല്ലാം പ്രതിസന്ധി. ആദ്യം ഒരു ഫർണിച്ചർ ഫാക്ടറിയിലും പിന്നീട് ഒരു ക്ലോക്ക് നിർമ്മാണ ഫാക്ടറിയിലും അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നു. വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ക്ലോക്ക് നിർമ്മാണ ഫാക്ടറി തീ പിടിച്ച് നശിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് ആ ജോലി നഷ്ടമാകുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ജോലി ലഭിക്കുന്നു. അവിടെ നിന്ന് ഫ്യൂസ്, ഡിറ്റനേറ്റർ മുതലായവയുടെ പ്രവർത്തനങ്ങൾ അറിയുവാനും പഠിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. ജീവിതം ഇങ്ങനെ കലുഷിതമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭരണവ്യവസ്ഥയോടും ഭരണാധികാരികളോടും വല്ലാത്തൊരു അമർഷം തോന്നുന്നു. ഒരു പ്രത്യയ ശാസ്ത്രത്തോടോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ ഉള്ള താല്പര്യമോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ അല്ല അയാൾ ഹിറ്റ്ലറെ കൊല ചെയ്യുവാൻ ശ്രമിക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം കുറച്ചൊക്കെ വ്യക്തിപരമാണ്. പഠനത്തിന് ശേഷമുള്ള ഒരു തൊഴിൽ കണ്ടെത്താൻ നേരിട്ട പ്രയാസങ്ങളും തൊഴിൽ ചെയ്ത മേഖലകളിലെല്ലാം താൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടീവ്. പ്രതികാരദാഹിയും യുദ്ധക്കൊതിയനുമായ ഒരു ഭരണാധികാരി ജർമ്മനി ഭരിക്കുന്നിടത്തോളം കാലം തൊഴിലാളികളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ട് അന്ന് ജർമ്മനിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കൊന്നുകളയാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. 1939 നവംബർ 8 മ്യൂണിക്കിലുള്ള ബർഗർ ബ്രോക്കലർ എന്ന വലിയ ബിയർ ഹാളിൽ വെച്ചാണ് ഗോഗ് എൽസർ ഈ സ്ഫോടനം നടപ്പാക്കാൻ പദ്ധതിയിടുന്നത്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ ഹിറ്റ്ലർ ഈ ഹാൾ സന്ദർശിക്കുകയും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പ്രസംഗിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. സ്ഫോടനം നടപ്പാക്കുന്നതിന് 1 കൊല്ലം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1938 നവംബർ 8, ആ വർഷത്തെ ഹിറ്റ്ലറുടെ പ്രസംഗത്തിന് ശേഷം ഗോഗ് എൽസർ ബർഗർ ബ്രോക്കലർ സന്ദർശിക്കുന്നു. പ്രസംഗം നടക്കുന്ന ഹാൾ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം ഹിറ്റ്ലർ സംസാരിക്കുന്ന പോഡിയത്തിന് പിറകിലുള്ള പില്ലറിൽ തന്നെ ബോംബ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് മ്യൂണിക്കിൽ നിന്ന് തിരിച്ചു പോകുന്ന അദ്ദേഹം ഒരു ആയുധ നിർമ്മാണ ഫാക്ടറിയിലും കോറിയിലുമായി ജോലി ചെയ്യുന്നു.
ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ധാരാളം സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകളും അദ്ദേഹം വിദഗ്ധമായിട്ട് മോഷ്ടിച്ചെടുക്കുന്നു. 1939 ഓഗസ്റ്റ് മാസത്തോടു കൂടി ഈ സ്ഫോടക വസ്തുക്കളുമായി അദ്ദേഹം തിരിച്ച് മ്യൂണിക്കിൽ എത്തുന്നു. ടൈം ബോംബിൻ്റെ 1-2 പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ പരീക്ഷണവും നടത്തുന്നു. ബോംബ് തയ്യാറാക്കിയതിന് ശേഷം രാത്രി കാലങ്ങളിൽ ബർഗർ ബ്രോക്കലർ സന്ദർശിക്കുകയും സാധിക്കുന്ന രാത്രികളിലെല്ലാം അവിടുത്തെ തൊഴിലാളികളുടെയും സന്ദർശകരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ബിയർ ഹാളിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയും എല്ലാവരും പോയി ഡോർ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ താൻ കയ്യിൽ കരുതിയിരിക്കുന്ന ടൂൾസ് ഉപയോഗിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം പോഡിയത്തിന് പിറകിലുള്ള പില്ലറിൽ ബോംബ് സ്ഥാപിക്കാനുള്ള ഒരു ചേംബറും അതിനകത്ത് ബോംബും അതിനെ ഡിറ്റനേറ്റ് ചെയ്യാനുള്ള ക്ലോക്കും സ്ഥാപിക്കുന്നു. ആരുടെയും കണ്ണിൽ പെടാതിരിക്കാനായി ചേംബറിന് ഒരു കിളിവാതിലും അദ്ദേഹം സ്ഥാപിക്കുന്നു. അങ്ങനെ ലോക ചരിത്രം മാറ്റി എഴുതപ്പെടാമായിരുന്ന ആ ദിവസം വന്നെത്തുന്നു. 1939 നവംബർ 8-ാം തീയതി രാത്രി 8 മണി മുതൽ 10 മണി വരെയാണ് ഹിറ്റ്ലറുടെ പ്രസംഗം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൃത്യം 9:20 ആകുമ്പോൾ പൊട്ടിത്തെറിക്കത്തക്ക രീതിയിലാണ് ഗോഗ് എൽസർ തൻ്റെ ബോംബ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ നിർഭാഗ്യം എന്നോണം അന്ന് രാത്രി കാലാവസ്ഥ മോശമാകുമെന്നും തിരിച്ച് ബെർലിനിലേക്കുള്ള തൻ്റെ യാത്ര നേരത്തെ ആക്കണമെന്നുള്ള അറിയിപ്പ് ലഭിക്കുന്ന ഹിറ്റ്ലർ തൻ്റെ പ്രസംഗം 9 മണിക്ക് അവസാനിപ്പിക്കുകയും 9:07 ബർഗർ ബ്രോക്കലറിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. കൃത്യം 9:20 ഗോഗ് എൽസർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബിയർ ഹാളിൽ വലിയ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാകുന്നു. ഹാളിൻ്റെ മേൽക്കൂരയും ഒരു സൈഡിലെ ഭിത്തിയും പൂർണ്ണമായി തകർന്ന സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ തല നാരിഴയ്ക്ക് ഹിറ്റ്ലർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. തന്നെ കൊല്ലാൻ ശ്രമിച്ച ഗോഗ് എൽസറെ ഒരു വധശിക്ഷ നൽകി ഒറ്റയടിക്ക് കൊല്ലാൻ ഹിറ്റ്ലർ തയ്യാറല്ലായിരുന്നു. പല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുമായി നീണ്ട 6 വർഷത്തെ നിരവധിയായ കടുത്ത പീഡനങ്ങൾക്ക് ശേഷം 1945 ഏപ്രിൽ 9 നീചനായ ഒരു ഭരണാധികാരിയെ കൊന്ന് ലോകത്തെ രക്ഷിക്കാൻ ധൈര്യം കാണിച്ച ഗോഗ് എൽസറുടെ വധശിക്ഷ ഒരു വെടിയുണ്ട കൊണ്ട് നടപ്പാക്കപ്പെട്ടു. മരിക്കുമ്പോൾ 42 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മരണത്തിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാസി പടയാളികൾ കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ജർമ്മനിയിൽ 2001 മുതൽ ധൈര്യശാലികൾക്കുള്ള അവാർഡായി ഗോഗ് എൽസർ പ്രൈസ് നൽകി വരുന്നു. 2003 അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള സ്റ്റാമ്പ് ജർമ്മനിയിൽ ഇറങ്ങുകയുണ്ടായി. ജർമ്മനിയിലെ 60ഓളം സ്ട്രീറ്റുകൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ചരിത്രത്തിലെ മറ്റൊരു കഥയുമായി 7 മിനിറ്റ് സ്റ്റോറിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.